ഹായ് ഓൾ, വെൽക്കം ടു CC. ഞാൻ അഞ്ജിത. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇനി വരാൻ പോകുന്ന ഫെബ്രുവരിയിലെ സെറ്റ് എക്സാമിന് വളരെ പ്രധാനപ്പെട്ട സെറ്റ് ബോട്ടണി എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ചിലത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, ചിലത് ഈ ടോപ്പിക്കിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ചില ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോം ഓഫ് ഇൻഹിബിഷൻ വെൻ ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ അപ്പാരന്റ് Km ബട്ട് വാല്യൂ ഓഫ് Vmax ഇസ് സെയിം ഡാഷ് ഇൻഹിബിഷൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഏത് ഭാഗത്ത് നിന്നാണ് വരുന്നത്. എൻസൈംസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് Vmax, Km എന്നൊക്കെ പറഞ്ഞു വരുന്ന ആ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം രീതിയിൽ എന്താണ് ക്വസ്റ്റ്യൻസ് മാറ്റി മറിച്ചൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻഹിബിഷൻ, ആ ഇൻഹിബിഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ Km എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, എന്നാൽ Vmax എന്ന് പറയുന്നതിൽ മാറ്റം വരുന്നില്ല. Km ഇൻക്രീസ് ചെയ്യുന്നു, Vmaxൽ മാറ്റം വരുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഇൻഹിബിഷനെ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓരോ എൻസൈമുകളിലും ഓരോ ടൈപ്പ് ഓഫ് ഇൻഹിബിഷൻ ഉണ്ട് അല്ലേ. റിവേഴ്സിബിൾ ഉണ്ട്, നോൺ കോമ്പറ്റേറ്റീവ്, അൺകോമ്പറ്റേറ്റീവ്, ഇറിവേഴ്സിബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് ഓഫ് കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് കോമ്പറ്റീഷനിലും Kmലും Vmaxലും വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി തന്നെ പോകണം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ കോമ്പറ്റീഷൻ ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? Km ഇൻക്രീസ് ചെയ്യുന്നു, Kmന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, Vmaxന് എന്താണ് അൺചേഞ്ച്ഡ് ആണ്, മാറ്റം വരുന്നില്ല. ആ ഒരു ടൈപ്പ് ഓഫ് ഇൻഹിബിഷൻ ആണ് എന്ത് റിവേഴ്സിബിൾ ഇൻഹിബിഷൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം. Km എന്ന് വെച്ചാൽ എന്താണ്? Km എന്ന് വെച്ചാൽ മൈക്കിൾസ് മെന്റൻ കോൺസ്റ്റന്റ് ആണ് അല്ലേ. ഇത് പ്രകാരം ഇതെന്ന് വെച്ചാൽ ബേസിക്കലി എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എൻസൈമിന് അതിൻ്റെ സബ്സ്ട്രേറ്റിനോടുള്ള അഫിനിറ്റി കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് Km എന്ന് പറയുന്നത്. ഒരു എൻസൈമിന് അതിൻ്റെ സബ്സ്ട്രേറ്റിനോട് എന്തുമാത്രം അഫിനിറ്റി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് Km എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? Km ഇൻക്രീസ് ചെയ്താൽ, ഇൻക്രീസ് ഇൻ അപ്പാരന്റ് Km ഇൻക്രീസ് ചെയ്തു എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? എൻസൈമിനോട്, ഈ എൻസൈമിന് സബ്സ്ട്രേറ്റിനോടുള്ള അഫിനിറ്റി കുറയുന്നു എന്നാണ് അർത്ഥം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. മനസ്സിലായോ? Km കൂടിയാൽ അഫിനിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇൻവേഴ്സ്ലി എന്താണ് റിലേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ Km എന്ന് പറയുന്നത് എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിലുള്ള അഫിനിറ്റിയെ സൂചിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന ടേം ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഇനി Vmax എന്താണ്? Vmax എന്ന് വെച്ചാൽ ദ മാക്സിമം റിയാക്ഷൻ വെലോസിറ്റി വെൻ ദ എൻസൈം ഇസ് സാച്ചുറേറ്റഡ് വിത്ത് ദി സബ്സ്ട്രേറ്റ്. ഒരു എൻസൈം സബ്സ്ട്രേറ്റുമായി കംപ്ലീറ്റ്ലി സാച്ചുറേറ്റ് ആയിരിക്കുന്ന ഒരു എൻസൈമിന് വേണ്ട മാക്സിമം റിയാക്ഷൻ വെലോസിറ്റി, ആ എൻസൈമിന് അപ്പോഴുണ്ടാവുന്ന മാക്സിമം റിയാക്ഷൻ വെലോസിറ്റി ആണ് നമ്മൾ Vmax എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ Vmaxന് ഇവിടെ ചേഞ്ച് വരുന്നില്ല എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. മീൻസ് ദ ഇൻഹിബിഷൻ ക്യാൻ ബി ഓവർകം ബൈ ഇൻക്രീസിങ് ദ സബ്സ്ട്രേറ്റ് കോമ്പറ്റീഷൻ. എന്ന് വെച്ചാൽ എന്താണ്? Vmaxന് ചേഞ്ച് ഒന്നും വരാത്തിടത്തോളം കാലം നമുക്ക് ഈ റിയാക്ഷനെ വീണ്ടും എന്താണ് റിവേഴ്സിബിൾ ആയിട്ട് നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാം. എങ്ങനെ? സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കൊടുത്താൽ നമുക്ക് ഈ ഒരു റിയാക്ഷനെ റിവേഴ്സിബിൾ ആക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ ഒരു ഇൻഹിബിഷനെ നമുക്ക് എന്താണ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഇൻഹിബിഷനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള റിവേഴ്സിബിൾ ഇൻഹിബിഷൻ ആണ് എന്നുണ്ടെങ്കിൽ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ നമുക്ക് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഹിബിഷനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ്റെ പ്രത്യേകത എന്താണ്? Vmaxന് അവിടെ ചേഞ്ച് ഉണ്ടാവില്ല, Km കൂടുതലുമായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ശരി, ഇനി നമുക്ക് ഈ എന്താ പറയുക ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹിബിഷൻ അതിൻ്റെ പ്രത്യേകതകളും ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നിന്നും തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെയാണ്? ആദ്യത്തേത് കോമ്പറ്റേറ്റീവിനെ തന്നെയാണ് നമ്മൾ റിവേഴ്സിബിൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പം റിവേഴ്സിബിൾ ഇൻഹിബിഷൻ എന്ന് വെച്ചാൽ എന്താണ്? കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ തന്നെയാണ്. അവിടെ Km കൂടുതലായിരിക്കും, Vmax സെയിം ആയിരിക്കും. ഇപ്പം നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ പ്രകാരം ഈ സംഭവമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. Km ഹൈ ആണ്, Vmax സെയിം ആണ്. അടുത്തത് നോൺ
കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. നോൺ കോമ്പറ്റേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ് പ്രത്യേകത? KM സെയിം ആയിരിക്കും, Vmax കുറവായിരിക്കും, Vmax ലോ ആയിരിക്കും. ഓക്കെ, അടുത്തത് അൺകോമ്പറ്റേറ്റീവ് ആണെങ്കിലോ? അൺകോമ്പറ്റേറ്റീവ് ആണെങ്കിൽ Kmax കുറവായിരിക്കും, Vmaxും കുറവായിരിക്കും, രണ്ടും എന്തായിരിക്കും? ലോ ആയിരിക്കും. ഇനി ഇറിവേഴ്സിബിൾ ആണെങ്കിൽ, ഇറിവേഴ്സിബിൾ ഇൻഹിബിഷൻ ആണെന്നുണ്ടെങ്കിൽ Kmaxന് ഈ KMന് ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. കൃത്യമായിട്ടൊരു വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല, വേരിയബിൾ ആണ്. എന്നാൽ Vmax ലോ ആയിരിക്കും. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ഇൻഹിബിഷനിലും KMനും Vmaxനും വരുന്ന പ്രത്യേകതകൾ അനുസരിച്ച് അല്ലെങ്കിൽ ചേഞ്ച് അനുസരിച്ച് ഈ രീതിയിൽ പല രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പും അതേപോലെ തന്നെ എന്താണ് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായി ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ ആൽഗെ റെസ്പോൺസിബിൾ ഫോർ ഹാംഫുൾ ആൽഗൽ ബ്ലൂംസ് റെഡ് ടൈഡ്സ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ടോക്സിൻസ് ഹാംഫുൾ ടു ദ മെറീൻ ലൈഫ് ആൻഡ് ഹ്യൂമൻസ്. അപ്പോൾ നമ്മുടെ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ എന്താണ് റെഡ് ടൈഡ്സ് അല്ലെങ്കിൽ ആൽഗൽ ബ്ലൂം ഉണ്ടാക്കുന്ന ആൽഗെ ഏതാണ് എന്നാണ് ചോദ്യം. ആൻഡ് ഇത് ടോക്സിക്കുമാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഓപ്ഷൻസിൽ ഡയാറ്റംസ് വരുന്നുണ്ട്, സൈനോബാക്ടീരിയ വരുന്നുണ്ട്, ഡൈനോഫ്ലജല്ലേറ്റ്സ് വരുന്നുണ്ട്, ബ്രൗൺ ആൽഗെ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ബ്രൗൺ ആൽഗെ ചൂസ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ട്, കാരണം ഇവിടെ റെഡ് ടൈഡ്സ് എന്ന് കൊടുത്തേക്കുന്നത് കൊണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ആൻസർ ഡൈനോഫ്ലജല്ലേറ്റ്സ് ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ഡൈനോഫ്ലജല്ലേറ്റ്സ് ആണ്. അപ്പോൾ ഡൈനോഫ്ലജല്ലേറ്റ്സ് എന്താണെന്ന് നോക്കാം. ഡൈനോഫ്ലജല്ലേറ്റ്സ് ആർ പ്രൈമറി ഓർഗാനിസംസ് റെസ്പോൺസിബിൾ ഫോർ ഹാംഫുൾ ആൽഗൽ ബ്ലൂംസ്. ഹാംഫുൾ ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ആൽഗൽ ബ്ലൂംസ് ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ആൽഗകളാണ് ഡൈനോഫ്ലജല്ലേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇതിനെ നമ്മൾ റെഡ് ടൈഡ്സ് എന്നും കോമൺലി വിളിക്കാറുണ്ട്. ഓക്കെ, ആൻഡ് algal blooms, some dinoflagellates can produce potent toxins. Goniolax, കെറിനിയ എന്നൊക്കെ പറയുന്ന പ്രത്യേക തരം ഡൈനോഫ്ലജല്ലേറ്റ്സ് എന്താണ് ടോക്സിൻസ് ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റിയും ഉണ്ടെന്ന് ഓർക്കുക. ഇവർക്ക് ഫിഷും മറ്റും മെറീൻ ആയിട്ടുള്ള ഓർഗാനിസംസിനെയും കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇത് ഷെൽ ഫിഷുകളിൽ അക്യുമുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് അതുവഴി ഇത് ഹ്യൂമൻ ബീങ്സിലേക്കും എത്തി ഹ്യൂമൻസിലും എന്താണ് ഈ രീതിയിലുള്ള പാരലിറ്റിക് ഷെൽ ഫിഷ് പോയ്സണിങ് ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അത്രയുമാണ് ഡൈനോഫ്ലജല്ലേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. റെഡ് ടൈഡ്സ് ഓർക്കുക, ആൽഗൽ ബ്ലൂം ഓർക്കുക, ടോക്സിക് ആണെന്ന് ഓർക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ ടൈപ്പ് ഓഫ് T സെൽസ് ഇൻവോൾവ് ഇൻ കില്ലിങ് ഇൻഫെക്റ്റഡ് സെൽസ് ഡയറക്ട്ലി. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെല്ലുകളെ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്ന സെല്ലുകളെ ഡയറക്ട്ലി ചെന്ന് കില്ല് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സെല്ലുകൾ ഏതാണ് എന്നാണ് ചോദ്യം. എന്നിട്ട് ഓപ്ഷനിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഹെൽപ്പർ T സെൽസ് കൊടുത്തിട്ടുണ്ട്, TH സെൽസ്, സൈറ്റോടോക്സിക് T സെൽസ് കൊടുത്തിട്ടുണ്ട്, TC സെൽസ്, റെഗുലേറ്ററി T സെൽസ്, Treg കൊടുത്തിട്ടുണ്ട്, ആൻഡ് എമ്മറി T സെൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ്ലി പോയി കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ? സൈറ്റോടോക്സിക് T സെൽസിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൈറ്റോടോക്സിക് T സെൽസ് ആണ്, അല്ലെങ്കിൽ TC സെൽസ് ആണ്. മറ്റൊരു T സെല്ലാണ് ഹെൽപ്പർ സെൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ T സെൽസ് തന്നെ പ്രധാനമായും 3 തരമുണ്ട്: TC സെൽസ്, TH സെൽസ്, T റെഗുലേറ്ററി സെൽസ്. TC, TH, T റെഗുലേറ്ററി സെൽസ്. പിന്നെ എന്തുണ്ട്? ഇതിൽ TC സെൽസിനാണ് ഡയറക്റ്റ്ലി എന്താണ് സൈറ്റോടോക്സിക് ഇഫക്റ്റ് ഉള്ളത്. ഡയറക്റ്റ്ലി ഇൻഫെക്ഷ്യസ് സെല്ലിനെ പോയി കില്ല് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി TH സെൽസ് എന്താ ചെയ്യുന്നത്? TH സെൽസിന് നമ്മുടെ B സെൽസിനെ പോയി ആക്ടിവേറ്റ് ചെയ്ത് B സെൽസിൽ നിന്നും ആൻറ്റിബോഡീസ് ഉണ്ടാക്കിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. B സെൽസിനെ പോയി ആക്ടിവേറ്റ് ചെയ്ത് B സെല്ലുകളാണ് എന്തുണ്ടാക്കുന്നത്? ആൻറ്റിബോഡി സെക്രീറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതിനെ പോയി ആക്ടിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കാ ഉള്ളത്? T ഹെൽപ്പർ സെൽസിലാണ്. ഇനി എന്താണ് T റെഗുലേറ്ററി സെൽസ് അല്ലെങ്കിൽ Treg എന്ന് വിളിക്കുന്നത്? Treg എന്ന് വെച്ചാൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റം ആവശ്യമില്ലാതെ ആക്റ്റീവായി നിൽക്കുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന സെല്ലുകളാണ് T റെഗുലേറ്ററി സെൽസ്. അപ്പോൾ എപ്പോഴും ഈ സെൽസ് ഇങ്ങനെ ആക്റ്റീവായി നിൽക്കരുത്, അല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഈ സെൽസിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കണം. അങ്ങനെ ചെയ്യുന്ന ആളാണ് ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്യുന്നവരാണ് T റെഗുലേറ്ററി സെൽസ്. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് T സെൽസ് ഉണ്ട്.
എന്ന് ഓർത്ത് വയ്ക്കാൻ. നമുക്കൊന്ന് നോക്കാം അതിൻ്റെ പ്രത്യേകതകൾ. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. സൈറ്റോടോക്സിക് ടി സെൽസ് എന്ന് വെച്ചാൽ TC സെൽസ്, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പേരാണ് CD8+ T സെൽസ്. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യനിൽ വരുന്നത്. TC സെൽസ് എന്ന് കൊടുക്കില്ല, CD8+ എന്നായിരിക്കും കൊടുക്കുക. അപ്പം അതിൻ്റെ മുകളിലുള്ള മാർക്കറാണ് CD8+. ഓക്കെ, TC സെൽസിൻ്റെ സർഫസിൽ കാണുന്ന മാർക്കറാണ് CD8+ സെൽസ്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ദേ ആർ ഡയറക്ട്ലി ലിങ്ക്ഡ് വിത്ത് ദ കില്ലിംഗ് ഓഫ് ഇൻഫെക്റ്റഡ് സെൽസ്, അല്ലെ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസോ അല്ലെങ്കിൽ ട്യൂമറസ് ആയിട്ടുള്ള സെൽസിനെയൊക്കെ ഡയറക്ട്ലി പോയി കിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദേ ഇൻഡ്യൂസ് സെൽ ഡെത്ത് ബൈ റിലീസിങ് പെർഫോറിൻ ആൻഡ് ഗ്രാൻസൈംസ്. അപ്പോൾ എങ്ങനെയാണ് ഈ സെൽസിനെ കില്ല് ചെയ്യുന്നത്? ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള കെമിക്കൽസ് റിലീസ് ചെയ്യും. പെർഫോറിൻസ് അതെന്താണ്? സെൽസിൽ പോർസ് ഉണ്ടാക്കുന്ന, ഹോൾസ് ഉണ്ടാക്കുന്നവരാണ് പെർഫോമൻസ്. ഓക്കെ, ഈ രീതിയിലുള്ള പെർഫോറൻസിൻ്റെ ആക്ടിവിറ്റി കാരണം സെല്ലിൽ എന്താവും? ഹോളുകൾ ഫോം ചെയ്യും. ഈ ഹോൾസ് വഴി ചില ഹൈഡ്രോലൈറ്റിക് ആയിട്ടുള്ള എൻസൈമുകൾ, ഗ്രാൻസൈംസ് പോലുള്ള ഹൈഡ്രോലൈറ്റിക് ആയിട്ടുള്ള എൻസൈമുകൾ സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറുകയും സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് സെൽ ഡെത്ത് കോസ് ചെയ്യാൻ കഴിവാർക്കുണ്ട്? TC സെല്ലുകൾക്കുണ്ട്. ശരി, രണ്ടാമത്തെ ടൈപ്പാണ് ഹെൽപ്പർ T സെൽസ് അല്ലെങ്കിൽ TH സെൽസ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് CD4+ സെൽസ്. അതിൻ്റെ സർഫസിൽ കാണുന്ന മാർക്കേഴ്സ് ആണ് CD4+. അപ്പോൾ മറ്റൊരു പേര് CD4+ സെൽസ് ആണ്. ആക്ടിവേറ്റ് B സെൽസ്. കണ്ടോ, നമ്മൾ പറഞ്ഞു T ഹെൽപ്പർ സെല്ലിൻ്റെ പ്രത്യേകത എന്താ? B സെല്ലുകളെ പോയി ആക്ടിവേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ മാക്രോഫേജസിനെയൊക്കെ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്ത് ആൻറ്റിബോഡി സെക്രീഷൻ, B സെല്ലിൽ നിന്നും ആൻറ്റിബോഡി സെക്രീഷൻ, മാക്രോഫേജസിൽ നിന്നും സെല്ലുകളെ ഫാഗോസൈറ്റോസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്ന ആളാണ് T ഹെൽപ്പർ സെൽസ്. ഓക്കെ, പിന്നെ മൂന്നാമതാണ് റെഗുലേറ്ററി T സെൽസ് അല്ലെങ്കിൽ Treg സെൽസ്. അതെന്താ നമ്മൾ പറഞ്ഞത്? സപ്രസ് ദി ഇമ്മ്യൂൺ റെസ്പോൺസ്, ഇമ്മ്യൂൺ റെസ്പോൺസിനെ സപ്രസ് ചെയ്യിക്കുന്ന ആളാണ്, അല്ലേ? ഇനി ലാസ്റ്റ് പറഞ്ഞു മെമ്മറി T സെൽസ്. അതെന്താണ്? ഓൾറെഡി കുറച്ച് T സെൽസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത സബ്സിക്വൻറ്റ് അതേ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് തന്നെ വന്ന് വീണ്ടും അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ സെൽസിന് പെട്ടെന്ന് പോയി പ്രവർത്തിക്കാൻ സഹായിക്കുന്നത് ഈ പറയുന്ന മെമ്മറി T സെൽസ് അവിടെ പെർസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും T സെൽസുകളെ കൃത്യമായി ഓർത്തിരിക്കുക. ഓക്കെ, ശരി, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ ഫൈറ്റോ ഹോർമോൺ ദാറ്റ് ഇൻഡ്യൂസസ് സ്റ്റൊമാറ്റൽ ക്ലോഷർ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലെ സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഓപ്പണിങ് അത് ക്ലോസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ, പ്ലാന്റ് ഹോർമോൺ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷനിൽ IAA, ABA, GA, IBA എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ബേസിക്കലി ഫൈറ്റോ ഹോർമോൺസ് ആണ്, അല്ലേ? പ്ലാന്റ് ഹോർമോൺസ് ആണ്. അപ്പോൾ പ്ലാന്റ് ഹോർമോൺസിൽ സ്റ്റൊമാറ്റൽ ക്ലോഷറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയുമ്പോൾ അത് ഏത് സിറ്റുവേഷനിലായിരിക്കും? സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ. കാരണം വെള്ളമില്ലാത്തൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ ആ പ്ലാന്റിന് പിന്നെയും ആ പ്ലാന്റിൻ്റെ ബോഡിയിൽ നിന്നും വെള്ളം നഷ്ടമായി പോവരുത്. അപ്പം അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി ഈ പ്ലാന്റ്സിൻ്റെ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഈ പ്ലാന്റ്സിലുള്ള വെള്ളവും കൂടി ഇവാപ്പറേറ്റ് ചെയ്ത് ട്രാൻസ്പിറേഷൻ വഴി അത് വാട്ടർ വേപ്പറായിട്ട് പോവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്റ്റൊമാറ്റ അവിടെ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ ചെയ്യിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സംശയമില്ലാതെ പറയണം, അത് ABA ആണ്. ABA എന്താണ്? ആബ്സിസിക് ആസിഡ്. എന്താണ്? ആബ്സിസിക് ആസിഡ്. അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ ആബ്സിസിക് ആസിഡിനെ നമ്മൾ സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കാറുണ്ട്. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ആക്ട് ചെയ്യുന്ന ഹോർമോൺ ആയതുകൊണ്ട് സ്ട്രെസ് ഹോർമോൺ എന്ന് കൂടി വിളിക്കാറുണ്ട്. ഇനി IAA, GA, IBA ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ABA നമ്മൾ പറഞ്ഞു ആബ്സിസിക് ആസിഡ് ആണ്, പ്ലാന്റ് ഹോർമോൺ ആണ്, സ്റ്റൊമാറ്റൽ ക്ലോഷറിനെ റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ്. ശരി, ഇറ്റ് ഹെൽപ്സ് പ്രിവെൻറ്റ് ദ വാട്ടർ ലോസ് ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ IAA, അതെന്താ? ഇൻഡോൾ 3 അസിറ്റിക് ആസിഡ്. ഇൻഡോൾ 3 അസിറ്റിക് ആസിഡ് എന്താ? നാച്ചുറലി കാണുന്ന ഓക്സിൻസ് ആണ്, അല്ലേ? ഓക്സിൻസ് ആണ്. പ്രൊമോട്ട് സെൽ ഇലോങ്ങേഷൻ, സെൽസിൻ്റെ ഇലോങ്ങേഷൻ, സെൽ ഗ്രോത്തിനെയൊക്കെ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഓക്സിൻ എന്ന് പറയുന്നത്. എപ്പിക്കൽ ഡോമിനൻസിന് കാരണമാകുന്ന ഹോർമോൺ ആണ് ഓക്സിൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ GA. GA എന്താ? ഗിബറെല്ലിക് ആസിഡ്. ഗിബറെല്ലിക്
ഗിബറെല്ലിക് ആസിഡ് എന്താണ്? സ്റ്റെമ്മിന്റെ ഇലോങ്ങേഷൻ, സീഡ്സിന്റെ ജെർമിനേഷൻ ഒക്കെ സഹായിക്കുന്ന ഹോർമോണാണ് ഗിബറെല്ലിക് ആസിഡ് എന്ന് വിളിക്കുന്നത് അല്ലെ. അടുത്ത എന്താ? IBA, ഇൻഡോൾ 3 ബ്യൂട്ടൈറിക് ആസിഡ്. ഇതും ഓക്സിൻ തന്നെയാണ്, അല്ലെങ്കിൽ IAA പ്രീകേഴ്സർ ആണ് എന്ന് പറയാം. IBAയിൽ നിന്നാണ് IAA ഉണ്ടാവുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പൊ IAA പ്രീകേഴ്സർ ഫോമാണ് IBA എന്ന് പറയാം. ഓക്സിൻ തന്നെയാണ്. ഇൻഡോൾ 3 ബ്യൂട്ടൈറിക് ആസിഡ് ഇതും എന്ത് തന്നെയാണ്? റൂട്ട് ഫോർമേഷൻ, സെൽ ഗ്രോത്തിനൊക്കെ സഹായിക്കുന്ന ഹോർമോണാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇവിടെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഫൈറ്റോ ഹോർമോൺസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം നമുക്ക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ യൂക്കാരിയോട്സ് സിന്തസിസ് ഓഫ് mRNA ഇൻ ന്യൂക്ലിയസ് ഇസ് carried ഔട്ട് ബൈ. നമ്മുടെ യൂക്കാരിയോട്സിൽ mRNA സിന്തസിസിന് കാരണമാകുന്ന RNA പോളിമറേസ് ഏതാണ് എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷനിൽ RNA പോളിമറേസ് 1, RNA പോളിമറേസ് 2, 3, RNA പോളിമറേസ് 2 and 3 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വരാം. ഇത് നോക്കിക്കേ, ഇത് കൃത്യമായി ഓർത്ത് വെക്കണം. ഇതിൽ നിന്നും തീർച്ചയായിട്ടും എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ബേസിക്കും ആണ്. പക്ഷെ നമുക്ക് നോക്കാം എന്താണ് കൊടുത്തിരിക്കുന്നത്. RNA പോളിമറേസ് 1ന്റെ ഫംഗ്ഷൻ എന്താണ്? RNA പോളിമറേസ് 1 ന്യൂക്ലിയസിലാണ് കാണുന്നത് അല്ലേ. ഇനി അത് rRNA സിന്തസിസിലാണ് പ്രധാനമായും ഫംഗ്ഷൻ ചെയ്യുന്നത്. റൈബോസോമൽ RNA ഏതൊക്കെ? 5.8, 18S, 28S. 5S പറഞ്ഞിട്ടില്ല, 5S rRNA പറഞ്ഞിട്ടില്ല. 5S rRNA ഒഴികെ ബാക്കിയുള്ള എല്ലാ rRNAസിൻ്റെയും സിന്തസിസിന് സഹായിക്കുന്നതാണ് എന്ത്? RNA പോളിമറേസ് 1 എന്ന് പറയുന്നത്. അപ്പോൾ 5.8S, 18S, 28S ഇതിനെയൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് RNA പോളിമറേസ് 1 ആണ്. ഓക്കെ, ഇനി RNA പോളിമറേസ് 2 ഇതും കാണുന്ന ലൊക്കേഷൻ ന്യൂക്ലിയസ് തന്നെയാണ്. mRNA സിന്തസിസിന്, സ്മോൾ ന്യൂക്ലിയോലാർ RNA snRNAയുടെ സിന്തസിസിന്, അതേപോലെ തന്നെ മൈക്രോ RNA miRNAയുടെ സിന്തസിസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പോളിമറേസ് ആണ് RNA പോളിമറേസ് 2 എന്ന് പറയുന്നത്. ഇനി RNA പോളിമറേസ് 3 ആണ്. ഇതും ന്യൂക്ലിയസിൽ തന്നെയാണ് കാണുന്നത്. ആൻഡ് എന്താണ്? tRNA സിന്തസിസിന്, tRNA ട്രാൻസ്ഫർ RNAകളുടെ സിന്തസിസിന്, പിന്നെ 5S rRNA നമ്മൾ RNA പോളിമറേസ് 1ൽ 5S rRNA ഒഴികെ ബാക്കിയുള്ള എല്ലാം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ 5S rRNA സിന്തസൈസ് ചെയ്യുന്നത് ആരാണ്? RNA പോളിമറേസ് 3 ആണ്. പിന്നെ എന്താണ്? scrRNA, U6, snRNA ഈ രീതിയിലുള്ള RNAസിൻ്റെ സിന്തസിസിന് സഹായിക്കുന്നതാണ് ആര്? RNA പോളിമറേസ് 3. ഇനി RNA പോളിമറേസ് 4ഉം 5ഉം ഇത് രണ്ടും എന്താണ്? പ്ലാൻ സ്പെസിഫിക് ആണ്. പ്ലാന്റ്സിൽ കാണുന്ന RNA പോളിമറേസുകളാണ് 4ഉം 5ഉം. 4 എന്താ ചെയ്യുന്നത്? പ്ലാന്റ്സിലെ siRNAയുടെ സിന്തസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് 5 RNA പോളിമറേസ് 5 എന്താണ്? പ്ലാന്റ് rRNAs ഇൻവോൾവ് ഇൻ siRNA ഡയറക്റ്റഡ് ഹെട്രോക്രോമാറ്റിൻ ഫോർമേഷൻ. siRNA ബേസ് ചെയ്തിട്ടുള്ള ഹെട്രോക്രോമാറ്റിക് ഫോർമേഷന് സഹായിക്കുന്ന RNA പോളിമറേസ് ആണ് RNA പോളിമറേസ് 5 എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇപ്പം ഇവിടെ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? mRNA ഇൻ ദ ന്യൂക്ലിയസ്, mRNA സിന്തസിസിന് സഹായിക്കുന്നത് ആര് എന്നാണ് ചോദ്യം. mRNA എന്താ നമ്മൾ പറയുന്നത്? mRNA വന്നിരിക്കുന്നത് RNA പോളിമറേസ് 2 ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ വരേണ്ടത് RNA പോളിമറേസ് 2 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. കിട്ടിയല്ലോ? യെസ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മുതൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോയാൽ മാത്രമേ ഈ വരാൻ പോകുന്ന ഫെബ്രുവരിയിലെ സെറ്റ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കൂടുതലും എന്താണ് ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കോൺസെപ്ഷ്യൽ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള സ്കോറിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രാക്ടീസ് വേണം. ഒരു പ്രാക്ടീസ് ഇല്ലാതെ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്യാതെ പോകുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും സെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ നമുക്ക് വരാൻ പോകുന്നത് ഫെബ്രുവരിയിലെ സെറ്റ് എക്സാം ആണ്. ഈ ഒരു സെറ്റ് എക്സാമിലേക്ക് വളരെ ചെറിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ചെറിയ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ച് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ സജ്ജമാക്കാൻ വേണ്ടി CC ഇവിടെ റെഡിയാണ്. CCയുടെ 30-day ക്രാഷ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ കൃത്യമായി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും അതേപോലെ തന്നെ എന്താണ് ഈ രീതിയിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസും മോക്ക് എക്സാംസും എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ബാച്ചിൻ്റെ ഭാഗമാകാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.